ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക. ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്താണ്? അത് വോട്ടർ പട്ടികയാണ്, അല്ലേ? അപ്പോഴാ അടിത്തറയ്ക്ക് തന്നെ ഒരു ഇളക്കം തട്ടിയാലോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത്തരമൊരു ഗൗരവമേറിയ വിഷയത്തെക്കുറിച്ചാണ്, നമ്മുടെ വോട്ടർ പട്ടിക. നമുക്ക് ഈ വലിയ സംഖ്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. 1,60,00,000. കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ സംഖ്യയാണല്ലേ? ഒരു ചെറിയ രാജ്യത്തെ ജനസംഖ്യയോളം വരും ഇതോ? അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് മാത്രം ഇത്രയും അധികം, അതായത് 1.6 കോടി വോട്ടർമാർ സംശയത്തിൻ്റെ നിഴലിലായിരിക്കുന്നത്? ശരി, നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ വിവരണം ആരംഭിക്കുന്നത് പശ്ചിമ ബംഗാളിൽ നിന്നാണ്. അവിടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു വോട്ടർ പട്ടിക പുനഃപരിശോധന നടത്തി. അതിനെ സ്പെഷ്യൽ സമ്മറി റിവിഷൻ അഥവാ SSR എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ശരിക്കും ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു വന്നത്. സാധാരണഗതിയിൽ ആളുകൾ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ താമസം മാറുമ്പോഴൊക്കെ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കാറുണ്ട്. അങ്ങനെ ഏകദേശം 58 ലക്ഷം പേരുകൾ നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു. പക്ഷേ അതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയം. അതിലും എത്രയോ വലിയൊരു സംഖ്യ, 1,60,00,000 വോട്ടർമാരുടെ കാര്യത്തിലാണിപ്പോൾ ഗുരുതരമായ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്കൊക്കെ ഔദ്യോഗികമായി നോട്ടീസും പോയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പൊരുത്തക്കേടുകൾ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അല്ലേ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ചില കണക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ശരിക്കും അതിശയിച്ചു പോകും. ആദ്യത്തെ കണക്ക് തന്നെ നോക്കൂ. 85 ലക്ഷത്തിൽ കൂടുതൽ വോട്ടർമാർ. എന്തായിരിക്കും ഇവരുടെ എല്ലാം പേരിലുള്ള സംശയം? അതായത് 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന അച്ഛൻ്റെ പേരല്ല ഇപ്പോൾ ഇവരുടെ രേഖകളിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാളുടെ അച്ഛൻ്റെ പേര് മാറുമോ? ഇല്ലല്ലോ. എന്നിട്ടും ലക്ഷക്കണക്കിന് ആളുകളുടെ രേഖകളിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഇത് സംസ്ഥാനത്തെ ഏകദേശം 12% വോട്ടർമാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇനി അടുത്തൊരു കണക്ക്, ഏകദേശം 12 ലക്ഷം ആളുകൾ. ഇവരുടെ കാര്യത്തിലെ പ്രശ്നം ഇതിലും വിചിത്രമാണ്. രേഖകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വോട്ടർമാർക്ക് അവരുടെ സ്വന്തം മാതാപിതാക്കളെക്കാൾ വെറും 15 വയസ്സ് മാത്രമേ പ്രായക്കുറവുള്ളൂ എന്നാണ്. ഇത് ജീവശാസ്ത്രപരമായി നടക്കാത്ത കാര്യമാണ്, നിയമപരമായും തെറ്റാണ്. സ്വാഭാവികമായും ഉദ്യോഗസ്ഥർക്ക് ഇതൊരു വലിയ സംശയത്തിന് കാരണമായി. ഇത് മാത്രമല്ല, 20 ലക്ഷത്തിലധികം വരുന്ന മറ്റൊരു വലിയ വിഭാഗമുണ്ട്. ഇവരുടെ കാര്യത്തിൽ വേറൊരു ദുരൂഹതയാണ്. ഇന്ന് 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇവർ 2002 തന്നെ വോട്ട് ചെയ്യാൻ പ്രായമുള്ളവരായിരുന്നു. പക്ഷേ അന്ന് ഇവരുടെ ഒന്നും പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, 20 വർഷം മുൻപ് വോട്ട് ചെയ്യാൻ പ്രായമുണ്ടായിരുന്നിട്ടും ഇവർ എവിടെയായിരുന്നു? എന്തുകൊണ്ട് ഇവരുടെ പേര് അന്ന് പട്ടികയിൽ വന്നില്ല? അപ്പോൾ ഈ പട്ടിക നോക്കുമ്പോൾ നമുക്ക് കാര്യം വ്യക്തമാകും. ഇത് ഏതെങ്കിലും ഒരു പ്രശ്നമല്ല. അച്ഛൻ്റെ പേര് മാറിയത്, മാതാപിതാക്കളുമായുള്ള അവിശ്വസനീയമായ പ്രായവ്യത്യാസം, ലിംഗം രേഖപ്പെടുത്തിയതിലെ തെറ്റ്, എന്തിന് മുത്തശ്ശനും മുത്തശ്ശിയുമായുള്ള പ്രായവ്യത്യാസത്തിൽ വരെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ഈ വിഷയം ഇത്രയും ഗൗരവമുള്ളതാകുന്നത്. ശരി, ബംഗാളിലെ ഈ കണക്കുകൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് നേരെ ഉത്തർപ്രദേശിലേക്ക് പോകാം. അവിടെ സർക്കാർ ഈ വിഷയത്തെ സമീപിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ്. അവരുടെ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ടോർച്ച്. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ സാധാരണ പരിശോധനയല്ല, UP സർക്കാർ സ്വന്തമായി നടത്തുന്ന ഒന്നാണ്. പോലീസ് തന്നെ ഓരോ വീട്ടിലും നേരിട്ടെത്തി രേഖകളെല്ലാം പരിശോധിച്ച് അവിടെയുള്ളവർ നിയമപരമായാണോ താമസിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകയാണ്. അനധികൃത കുടിയേറ്റം കണ്ടെത്തുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് 2 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന 2 വ്യത്യസ്ത രീതികളാണ്. എന്നാൽ ഏറ്റവും പ്രധാനം, ഈ 2 സമീപനങ്ങളോട് അവിടുത്തെ ഭരണകൂടവും ജനങ്ങളും എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ്. നമുക്ക് കിട്ടിയ വിവരങ്ങളനുസരിച്ച് പശ്ചിമ ബംഗാളിൽ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനെതിരെ ചില എതിർപ്പുകൾ ഉണ്ടായതായി പറയപ്പെടുന്നു. ചില ആളുകൾ വ്യാജ കുടുംബ ബന്ധങ്ങൾ പറഞ്ഞ് അനധികൃതരെന്ന് സംശയിക്കുന്നവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഉത്തർപ്രദേശിലെ കാര്യം നേരെ തിരിച്ചാണ്. അവിടെ സർക്കാർ തന്നെ ഓപ്പറേഷൻ ടോർച്ച് നടത്തുമ്പോൾ ജനങ്ങൾ പോലീസുമായി സഹകരിക്കുന്നു, സംശയമുള്ളവരെക്കുറിച്ച് വിവരം നൽകുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ. ഈയൊരു വ്യത്യാസം വ്യക്തമാക്കാൻ സ്രോതസ്സുകൾ ഒരു പഴയ ചൊല്ലുപയോഗിക്കുന്നുണ്ട്, യഥാ രാജ തഥാ പ്രജ. അതായത് ഭരണാധികാരികളുടെ നിലപാട് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ജനങ്ങളുടെ പ്രതികരണവും എന്ന്. ശരി, ഇതൊക്കെ കൊള്ളാം. പക്ഷേ ഇതൊക്കെ സാധാരണക്കാരായ നമ്മളെ, വോട്ടർമാരെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മുടെ ജനാധിപത്യത്തിൽ ഇതിനെത്രത്തോളം പ്രാധാന്യമുണ്ട്? നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തു നോക്കാം. ഒരു വശത്ത് പശ്ചിമ ബംഗാളിൽ 1,60,00,000 വോട്ടർമാരുടെ വിവരങ്ങളിൽ വലിയ സംശയങ്ങൾ. മറുവശത്ത് ഉത്തർപ്രദേശിൽ സർക്കാർ തന്നെ നേരിട്ട് ആളുകളുടെ രേഖകൾ പരിശോധിക്കുന്നു. ഈ 2 സാഹചര്യങ്ങളോടും 2 സംസ്ഥാനങ്ങളിലെ ഭരണകൂടവും ജനങ്ങളും പ്രതികരിക്കുന്നത് 2 രീതിയിലാണ്. ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടത്.
അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ വരും. 140 കോടി ജനങ്ങളുള്ളൊരു രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായ വോട്ടർ പട്ടികയിൽ തന്നെ ഇത്രയും വലിയ സംശയങ്ങൾ ഉയർന്നാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത നമുക്കെങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.